ഇംഗ്ലണ്ടിൽ ജനിച്ചു, ജർമ്മനിയിൽ വളർന്നു. എന്നാൽ ഈശോയെ പ്രതി ഇന്ത്യയ്ക്കായി ജീവിതം സമർപ്പിച്ച ഒരു ജെസ്വിറ്റ് സന്യാസി. ഇതാണ് അർണോസ് പാതിരി. ഒരിക്കൽ അർണോസ് തൻ്റെ മിഷൻ ദൗത്യത്തിനിടയിൽ, കേരളത്തിലെ തൻ്റെ മിഷൻ ദൗത്യത്തിനിടയിൽ പാമ്പ് കടിയിട്ടു. എന്നാൽ സുരക്ഷിതത്വത്തിലേക്ക് ഓടാതെ തൻ്റെ ദൗത്യത്തിൽ തുടരാനാണ് അദ്ദേഹം തീരുമാനമെടുത്തത്. ഇത് ആരെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ തന്നെയല്ലേ? എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മുടെ മുൻപിൽ തെളിയേണ്ട മറ്റൊരു മുഖമുണ്ട്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ, ഇനീഗോയുടെ. തൻ്റെ കാൽ തകർത്ത പീരങ്കിയുണ്ടയായിരുന്നു ഇഗ്നേഷ്യസിൻ്റെ ജീവിതത്തിലെ മുറിവ്. എന്നാൽ അതൊരവസാനമായിരുന്നില്ല, മറിച്ച് ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു തുടക്കമായിരുന്നു. തൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനുള്ള വെളിച്ചം ഈ തകർച്ചയിലൂടെ ദൈവം ഇഗ്നേഷ്യസിന് നൽകി. ഇതാണ് നിർമ്മമതയിലൂടെ ലഭ്യമാകുന്ന ആന്തരിക സ്വാതന്ത്ര്യം. ഇഗ്നേഷ്യൻ മൂല്യങ്ങൾ ഇന്നത്തെ ലോകത്തിന് മുൻപിൽ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. ജീവിതത്തിൽ വേദന വരുമ്പോൾ, തകർച്ച നേരിടുമ്പോൾ നാം പിന്തിരിഞ്ഞോടുമോ? അതോ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമോ? നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുമോ? നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ദൈവഹിതം എപ്പോഴും തേടാനും തിരിച്ചറിയാനും അത് ജീവിതത്തിൽ അനുവർത്തിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.